45-ാമത്തെ വയസ്സിൽ അഭിഭാഷകയായിട്ട് പഠിച്ചിറങ്ങിയ ചേച്ചിയുടെ വാദിക്കാനുള്ള കഴിവ് കണ്ടിട്ടാണോ അത് സത്യമാണത്. പല ദൈവങ്ങളും കാവൽ നിൽക്കുന്ന വീടാണിത്. അച്ഛനും അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലേ, 2 സഹോദരിമാരായിരുന്നു. അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് 10ാം ക്ലാസ് മുഴുവനാക്കാനോ പരീക്ഷ എഴുതാനൊന്നും എനിക്ക് പറ്റിയില്ല. ആദ്യം ഞാൻ പേടിച്ചു, ചെറിയ പിള്ളേരെ കൂടെ നമ്മൾ നിന്ന് പഠിക്കണ്ടേ, പഠിത്തം നിർത്തിയാലോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ത്യാഗം സഹിക്കണം ചില സമയങ്ങളിലൊക്കെ. അത് മറികടക്കണം. നേരത്തെ പോകണം, ട്രെയിനിന് കറക്റ്റ് സമയത്ത് എത്തണ്ടേ. അപ്പൊ മോളെ അതിനുശേഷം മോളെ നോക്കിയിരുന്നതും വൈകിട്ട് മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടെല്ലാം ഹസ്ബൻഡ് അങ്ങനെ ഒരുപാട് സപ്പോർട്ട്. അയ്യപ്പേട്ടൻ പറയുകയും ചെയ്തു, നീ ജോലിക്കൊന്നും പോണ്ട, പഠിച്ചാൽ മതി പറഞ്ഞു. ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിട്ട് പോലും എന്നോട് അങ്ങനെ പറഞ്ഞു. ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ വക്കീലാവണമെന്ന് ആഗ്രഹമായിരുന്നു. അത്ര റിസർവേഷൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത പ്രായം കടന്നുപോയി. പഠിച്ചിട്ട് എന്തിനാണ് ഇപ്പൊ അയാളാണ് വീട്ടിലേക്ക് എന്തെങ്കിലും വരുമാനം കൊണ്ടുവരുന്നുണ്ട്, അതല്ലേ സേഫ് ആയിട്ടുള്ള ഒരു തീരുമാനം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 10 രൂപ കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു 10 രൂപയുടെ വിവരം ഉണ്ടായിക്കോട്ടെ എന്നാണ് ഞാൻ തീരുമാനിച്ചത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രായത്തിൽ ഇനി എന്തിനാ പഠിക്കുന്നത്, അയ്യപ്പേട്ടനെ സഹായിച്ചാൽ പോരെ. വിദ്യാഭ്യാസത്തിന്റെ ഒരു വില എന്താണെന്ന് അവർക്ക് അറിയില്ല. 45-ാമത്തെ വയസ്സിൽ അഭിഭാഷകയായിട്ട് പഠിച്ചിറങ്ങിയ അംബിക ചേച്ചിയും കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത്. അവരെ പരിചയപ്പെടേണ്ടത് തന്നെയാണ്, അസാധ്യമാണ്. ആദ്യമേ തന്നെ ചേച്ചി കൺഗ്രാജുലേഷൻ. എന്താണെന്നറിയാമോ, 45-ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് LLB ചേച്ചി റെഗുലർ ആയിട്ട് പഠിച്ച് കോളേജിലും കൊച്ചു പിള്ളേരുടെ ഒപ്പം പോയിരുന്നു പഠിച്ച്. 40-ാമത്തെ വയസ്സിലല്ലേ ഇത് തുടങ്ങിയത്? അതെ അതെ. അങ്ങനെ പോയി പഠിച്ചത് അസാധ്യ ധൈര്യവും അസാധ്യ എന്താ പറയാ ഡിറ്റർമിനേഷൻ എന്ന് പറയും, ആഗ്രഹ പൂർത്തീകരണം അത് ചെയ്തതാണ്. അതിനെന്താണെങ്കിലും ചേച്ചിയുടെ വാർത്ത വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നേരിട്ട് കാണണം, ഭയങ്കര കാര്യങ്ങളുണ്ട് എനിക്ക്. ചേച്ചീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് അയ്യപ്പൻ ചേട്ടൻ. ഇവരുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. ശരിക്കും ചേച്ചി 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതാണ്. 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിട്ട് പിന്നീട് നമ്മൾ തത്തുല്യ പരീക്ഷ, നമ്മുടെ സർക്കാർ പറയുന്ന സാക്ഷരതയുടെ തത്തുല്യ മിഷൻ വഴി 10ാം ക്ലാസ്സും +2 എഴുതിയതിന് ശേഷമാണ് ചേച്ചി LLB എന്ന് പറഞ്ഞാൽ ഈ കടമ്പ 5 വർഷം കൊണ്ട് പഠിച്ച് തന്നെ നേടിയത് അല്ലേ? ചേച്ചി 10ാം ക്ലാസ് പഠിത്തം നിർത്താൻ കാരണം എന്താ? ചേച്ചിയുടെ ചെറുപ്പം ഒന്ന് പറയാവോ? അച്ഛനും അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലേ, 2 സഹോദരിമാരായിരുന്നു. അപ്പൊ അന്നത്തെ അമ്മ 3ാം മാസത്തില് എത്ര? അമ്മ 1 വയസ്സുള്ളപ്പോൾ മരിച്ചു. അച്ഛനാണെങ്കിൽ 7 വയസ്സ് എനിക്കുള്ളപ്പോഴാണ് അച്ഛനും പോയത്. എവിടെയായിരുന്നു നിങ്ങളുടെ നാട്? അത് പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറം. അവിടെ ഒരു ഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ നാടുണ്ടായിരുന്നത്. പിന്നെ ഒരു അച്ഛമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മയോട് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 3 പേരും അങ്ങനെ. പിന്നെ ചേച്ചിമാരൊക്കെ വയസ്സ് ഒരുപാട് വ്യത്യാസമുണ്ട്, അവരൊരുപാട് കുറച്ചുകൂടി മുതിർന്നവരാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കല്യാണം കഴിഞ്ഞ് പോയി. അപ്പൊ പിന്നെ ഞാൻ അവരുടെ കൂടെ താമസം. അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് 10ാം ക്ലാസ് മുഴുവനാക്കാനോ പിന്നെ പരീക്ഷ എഴുതാനൊന്നും എനിക്ക് പറ്റിയില്ല. പഠിച്ചപ്പോ നന്നായിട്ട് പഠിക്കുമായിരുന്നു. എന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. അന്ന് എൻ്റെ നാട്ടുകാർ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പറയും, അന്ന് നീ പഠിത്തം നിർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ കാണുമ്പോ അവർക്ക് ഭയങ്കര അഭിമാനാ, ഇപ്പൊ ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ചേച്ചിമാരൊക്കെ പറയും, ടീച്ചേഴ്സിനെ കാണുമ്പോ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അവര് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റുന്നു, അങ്ങനെ ആവുന്നു എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്നാണ് പിന്നെ ഇവിടെ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ തൊട്ടടുത്തുള്ള വായനശാലയില് ഒരു ചേച്ചീന് വന്നിരുന്നു. ആ ചേച്ചി സാക്ഷരതാ മിഷന്റെ കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെയാണ് 10ാം തരം എഴുതിക്കൂടെ എന്ന് ചോദിച്ചതും അങ്ങനെ ഞാൻ എന്റെ അത് 2009-ലായിരുന്നു. 2009. അപ്പൊ മക്കള് മോനും മോളൊക്കെ ഉണ്ട്. പിന്നെ മോള് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്രശ്നമുള്ള കുട്ടിയാണ്, സ്പെഷ്യൽ സ്കൂളിലാണ് വിടുന്നത്. എന്നാലും ഞാൻ അതെല്ലാം കൂടി എടുത്ത് പറയണം ചേച്ചി. അതായത് സാധാ 2 കുട്ടികളെ വളർത്തുന്ന പോലെയല്ല, ഒരാള് സ്പെഷ്യലി ഡിസബിൾഡ് ആകുമ്പോ അവരെ കെയർ ചെയ്തിട്ട് ചേച്ചിക്ക് 5 വർഷം പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് ചേച്ചി എടുത്ത റിസ്ക് തന്നെയാണ്. ഡിറ്റർമിനേഷൻ, ആഗ്രഹ പൂർത്തീകരണം. അത് എങ്ങനെ ആയാലും വേണ്ടില്ല. ഒരുപാട് പിന്നെ എടുത്തു പറയേണ്ടത് എന്റെ ഹസ്ബൻഡിന്റെ കാര്യം തന്നെ കേട്ടോ. ഒരുപാട് സപ്പോർട്ട്. കാരണം മോളുടെ കാര്യങ്ങൾ എനിക്ക് നേരത്തെ പോകണം. ഷൊർണൂരാണ് പഠിച്ചത്, അമീൻ ലോ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ നേരത്തെ പോകണം, ട്രെയിനിന് കറക്റ്റ് സമയത്ത് എത്തണ്ടേ. അപ്പൊ മോളെ അതിനുശേഷം മോളെ നോക്കിയിരുന്നതും വൈകിട്ട് മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടെല്ലാം ഹസ്ബൻഡ് അങ്ങനെ ഒരുപാട് സപ്പോർട്ട്. ചേച്ചി 10ാം ക്ലാസ് എഴുതുന്നത് 2009-ലായിരുന്നു. പിന്നെ അതിനുശേഷം +2 ആ സമയത്ത് ഇല്ല, തുടർന്ന് പഠിക്കാനായിട്ട്. പിന്നെ വരുന്നത് 2017-ലാ എന്റെ അടുത്ത് അവര് പറഞ്ഞത്. പിന്നെ നല്ല ഗ്യാപ്പ് വന്നു ഒരുപാട്. അപ്പോഴും നമുക്ക് പ്രതീക്ഷയില്ല. 10ാം ക്ലാസ് എഴുതാൻ പറ്റിയ സന്തോഷം എന്ന് വിചാരിച്ച് വീണ്ടും പ്രതീക്ഷ
തന്നു. പ്ലസ് ടു വന്നപ്പോൾ വന്നപ്പോഴും നല്ല മാർക്കോട് കൂടിയാണ് പാസ്സായത്. അപ്പോൾ പിന്നെ ആള് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, നീ പഠിത്തം നിർത്തണ്ട, ഇവിടെ നല്ല മാർക്ക് ഉണ്ടല്ലോ, തുടർന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നാ ശരി എൻട്രൻസ് കോച്ചിങ്ങിന് പോവാന്ന് പറഞ്ഞു. തന്നെ പോകണം ചേച്ചി ആഗ്രഹം തോന്നിയത്? അത് അങ്ങനെ നേരത്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ പിന്നെ എന്നാ നോക്കാന്നായി. അങ്ങനെ എൻട്രൻസ് എഴുതി, അങ്ങനെ കിട്ടി. ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോ പട്ടാമ്പി അല്ല, ഷൊർണൂര് കുളപ്പുള്ളി അടുത്ത്. അങ്ങനെ 5 വർഷം അവിടെ റെഗുലറായിട്ട് പോയി പഠിച്ച്. ചേച്ചിക്ക് കൊച്ചു പിള്ളേരുടെ കൂടെ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, പിന്നെ നമ്മളെ പോലെയുള്ള ആളുകളും ഉണ്ട്, റിട്ടയർഡ് ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു ആദ്യം ഞാൻ പേടിച്ചു, ഞങ്ങൾ ചെറിയ പിള്ളേരെ കൂടെ നമ്മൾ നിന്ന് പഠിക്കണ്ടേ, അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും ഇവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിനക്ക് പഠിക്കുക എന്നുള്ളതല്ലേ പ്രധാനം, അവര് പിള്ളേരെ കൂടെ പോയി പഠിക്കേ എന്ന് പറഞ്ഞ് അങ്ങനെ ചേർന്നതാണ്. ചേച്ചി പഠിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അസൈൻമെന്റ് കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. അസൈൻമെന്റ് എഴുതണം, പിന്നെ ഇന്റേണൽ എക്സാം ഉണ്ടാവും, നമുക്ക് വൈവ ഉണ്ടാവും, സെമിനാർ, പ്രസന്റേഷൻ, എല്ലാം സാധാരണ കുട്ടികളെ പോലെ എല്ലാം നമ്മൾ ചെയ്യണമായിരുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, അതും വേണം പറയാം. നമുക്ക് ചെറിയ കുട്ടികളെ പോലെ അല്ലല്ലോ, പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരുപാട് ഗ്യാപ്പ് വരുന്നവരല്ലേ. അപ്പോ ടീച്ചേഴ്സൊക്കെ വീണ്ടും വീണ്ടും ഞാൻ അവരടുത്ത് ചോദിക്കും, അവരൊരുപാട് സപ്പോർട്ടായി. ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മൾ? അതായത് പ്ലസ് ടു പരീക്ഷയാണ്, അല്ല സാക്ഷരതാ മിഷന്റെ പ്ലസ് ടു ആണ് എഴുതി വരുന്നത്, അത് മലയാളത്തിലാണ് എഴുതി പോകുന്നത്. എന്നിട്ട് നമ്മൾ ചേരുന്നതോ BBA LLB നേരിട്ട്. അപ്പൊ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിന് വേണ്ടിട്ട്. ഇനിയിപ്പോ ഉടനെ തന്നെ ചേച്ചി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. എൻറോൾ എന്ന് ചെയ്യും ഇനിയിപ്പോ അടുത്ത മാസമായിരിക്കും, ഒക്ടോബറിൽ ഉണ്ടായിരിക്കും. ഒക്ടോബറിൽ എൻറോൾമെന്റ്. ചേച്ചി ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു വാചകമുണ്ട്, ഒരു സൊസൈറ്റിയിലെ ലേഡി, അതായത് അവിടുത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ആ കമ്മ്യൂണിറ്റിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്ക്രീനിന്റെ വാൾപേപ്പർ തന്നെ ഞാൻ അതാണ് ഇട്ടേക്കുന്നത്. അതായത് പഠിക്കുന്ന ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് പഠിക്കുന്നവരെ. ആക്ച്വലി ചേച്ചി 45 വയസ്സിലും പഠിക്കാൻ പറ്റുന്നത് ഇപ്പം ചേട്ടനെ പോലെ ആളുകൊണ്ടാണ്. എനിക്ക് അതന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മള് ചാൻസ്, നമുക്ക് ആ സാഹചര്യം കിട്ടുമ്പോൾ നമ്മളത് പരമാവധി ഉപയോഗപ്പെടുത്തണം. പെൺകുട്ടികളെ അങ്ങനെ നമ്മൾ വീട്ടിൽ ജോലി ചെയ്ത് മാത്രം കഴിയേണ്ടവരല്ല. സാഹചര്യം കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എനിക്കതിന്റെ അനുഭവമാണ് പറയുന്നത്. കാരണം നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ചത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചേട്ടനോട് എനിക്ക് ചേട്ടന്റെ ജോലി എന്ന് പറയുന്നത്, ചേട്ടന്റെ അല്ല, ചേട്ടനെ ചേച്ചിയും ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അതെ, ഇവിടെ വിഗ്രഹം ഇരിപ്പില്ല ഒരെണ്ണം. ചേട്ടനെ കുറിച്ചും ചേച്ചിയെ കുറിച്ചും പറയുകയാണെങ്കിൽ ഇവരുടെ ആദ്യകാല ജോലി എന്ന് പറയുന്നത് ഇത്തരം വിഗ്രഹങ്ങളില് കണ്ണെഴുതി, അല്ലെ ചേച്ചി, കണ്ണെഴുതി ഈ ഫീച്ചേഴ്സ് അല്ല, കമ്മലൊക്കെ കൊടുക്കുന്നത്. ഇവിടെ ഒരു കൃഷ്ണ വിഗ്രഹം ഇരിപ്പുണ്ട്. ആ കൃഷ്ണ വിഗ്രഹം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ നെറ്റിലൊക്കെ കുറേ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പം മാതാവിനാണെങ്കിലും ഉണ്ണീഷയ്ക്കാണെങ്കിലും കണ്ണൊക്കെ എഴുതി ഇങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഇവരുടെ അടുത്തൊരു കമ്പനി, ആ കമ്പനിയിൽ പോയിട്ട് ചേച്ചിയൊക്കെ ഇങ്ങനെ ചെയ്ത് വിഗ്രഹങ്ങൾ അന്ന് വിറ്റിരുന്നോ? ചേച്ചിയൊക്കെ വിൽക്കുന്നത് ഹസ്ബൻഡാണ്, ആളാണ് മാർക്കറ്റിംഗ്. ആദ്യം മുതൽ ഞാൻ കമ്പനിയിൽ നിന്ന് ജോലി ചെയ്യും, ഇത് കണ്ണുവരയ്ക്കൊക്കെ ചെയ്യും. ഇപ്പം ചേച്ചി ആദ്യ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ചേച്ചി നിങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നത്? സ്നേഹിച്ചായിരുന്നു? അറേഞ്ച്. ചേട്ടന്റെ വീട് മാട്രിമോണിയൽ മാതൃഭൂമിയിലെ മാട്രിമോണിയൽ 97 അപ്പൊ ചേട്ടന്റെ വീട് ഇവിടെ തന്നെ? ഇപ്പൊ ചേട്ടനോട് എനിക്ക് ചോദിക്കാൻ 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം കല്യാണം കഴിച്ചു, ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അംബിക ചേച്ചിക്ക് ഇങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു? കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഈ വീട്ടിലേക്ക് തന്നെയായിരുന്നു? എങ്ങനെയായിരുന്നു അന്നത്തെ സാഹചര്യം? അത് ഈ വീട്ടിൽ തന്നെ ആയിരുന്നു, പക്ഷെ കൂട്ടുകുടുംബമായിരുന്നു. ചേട്ടനും ചേട്ടത്തിയമ്മയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ജ്യേഷ്ഠൻ വേറെ വീട്ടിൽ പോയി, അച്ഛനും അമ്മയൊക്കെ മരിച്ചു. അപ്പോൾ ഇവളുടെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അച്ഛൻ മരിച്ചതിന് ശേഷം ചേച്ചിയുടെ സംരക്ഷണയിൽ നിന്നിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ ആ സമയത്ത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ അവർ കുടുംബസമേതം നാട്ടിലേക്ക് പോയി. അങ്ങനെയാണ് പരീക്ഷ തുടങ്ങിയത്. പിന്നീട് പരീക്ഷ സമയത്ത് ചേച്ചിക്ക് എഴുതാൻ പറ്റാത്തത് അച്ഛൻ മരിച്ചിട്ടാണ്, അവരുടെ ഭർത്താവിന്റെ. അപ്പോ ആ സമയത്തൊക്കെ പരീക്ഷയിലൊക്കെ ഇവള് പറയുന്നു നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തില്ല. കാരണം അവരുടെ ജോലി സംബന്ധമായ തിരക്കുകൾ ഇവളെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് അവരുടെ തിരക്കുകൾ ഉണ്ടായിരുന്നു, സാധിച്ചില്ല. അപ്പോൾ വിവാഹശേഷം ഇങ്ങനെ പലപ്പോഴും പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യായിരുന്നു. പിന്നെയല്ല,
ആ ഒരു എന്താ പറയുക ഒരു ഫയർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ സാക്ഷരത വന്നപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തത്. ചേച്ചിയുടെ വാദിക്കാനുള്ള കഴിവ് കണ്ടിട്ടാണോ വക്കീലാക്കി? അത് സത്യമാണത്. ഒരു കാര്യം സമർത്ഥിച്ചെടുക്കുന്നതിൽ വലിയ തെളിയിച്ചെടുക്കും. ഞാൻ പണ്ടേ കളിയായിരുന്നു നീ വക്കീലാവേണ്ടതാണെന്ന്. അപ്പൊ അതിനുള്ള അവസരം അതെ ഞാൻ പറയായിരുന്നു നീ സത്യത്തിൽ ഒരു വക്കീലാവേണ്ടതാണെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നീട് +2 പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് തീരുമാനമെടുത്തു. കാരണം വെച്ചാൽ കുറച്ച് ഏജ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇതാണ്. കാരണം വെച്ചാൽ നമുക്കൊരു സർവീസിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ LLB എന്ന് പറഞ്ഞാൽ ഏത് പ്രായം വരെ അത് ആ ജോലിയിൽ ചെയ്യാലോ. അപ്പോൾ അതാണ് അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. പിന്നെയുള്ള ഈ നമ്മളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീകൾ അടുക്കളപ്പണി ചെയ്യേണ്ടവരാണെന്നുള്ള ആ ഒരു വിചാരം കളയണം. നമ്മളിപ്പോൾ മുഖ്യധാരയിൽ പുരുഷൻ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും സ്ത്രീകൾക്കും വരാം. വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്, അറിവ് വളരെ അത്യാവശ്യമാണ്. അത് ഏത് പ്രായത്തിലായാലും അറിവുണ്ടാവുന്നത് ഒരു തടസ്സമല്ല, അത് നേട്ടമാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആദ്യ കാലങ്ങളിൽ നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും കൂട്ടുകുടുംബമാണ്. അപ്പോൾ അവിടെ നമുക്കൊന്നും സാധിക്കത്തില്ല. പിന്നീട് നിങ്ങൾ സ്വന്തമായി കഴിഞ്ഞപ്പം ഇപ്പം ഈ വിഗ്രഹത്തിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേരും ജോലിക്ക് പോകണം. ഇന്നത്തെ കാലത്ത് നല്ല അന്നും ജോലിക്ക് തന്നെ പോകണം. ഇപ്പം ഇതുപോലെ ഇപ്പം ചേച്ചി ഞാൻ പറഞ്ഞില്ല ചേച്ചിയുടെ വർക്കുകൾ ഇങ്ങനത്തേതായിരുന്നല്ലേ ചേച്ചി? ഇങ്ങനെ ഇതെല്ലാം ഇതെങ്ങനെയാണ് ചേച്ചി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി ചെയ്താണോ? അത് കമ്പനിയിൽ പോയപ്പോ അവര് കാണിച്ചു തരും എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ. അവര് കുറച്ച് ദിവസം നമുക്ക് പരിശീലനം തരും. അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ ചേച്ചി ജോലി ചെയ്യാൻ വേണ്ടി അതെ, അതോ വീട്ടിലിരുന്ന് ബോർ അടിച്ചിട്ടാണോ? ചേട്ടനെ സഹായിക്കാൻ വേണ്ടി തന്നെ. കാരണം ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട്. ഒരുപാട് കാലമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ല. അപ്പൊ അതിലൊരുപാട് ബാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ മോളൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് സ്കൂളിൽ പോയി തുടങ്ങി. മറ്റേതാ ഞാൻ ആദ്യം മോളെ കൊണ്ടാക്കണമായിരുന്നു, എന്നിട്ട് അവിടെ ഇരിക്കും, എന്നിട്ട് വൈകിട്ട് മോളുടെ കൂടെ വരുള്ളൂ. അപ്പൊ അത്രയും ദൂരമുള്ള സ്കൂളിലാണ് പോയി ചേർത്തിരുന്നത്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ പിന്നെ മോള് തനിയെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവൾക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കത്തുമില്ല. ഇപ്പൊ കുറച്ചൊക്കെ ഒരു നോർമലായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ആയല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ അയ്യപ്പേട്ടൻ പറയും ചെയ്തു, നീ ജോലിക്കൊന്നും പോണ്ട, പഠിച്ചാ മതി പറഞ്ഞു. ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിട്ട് പോലും എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞു. വളരെ പിതാരക്ഷതി കൗമാരി അങ്ങനെ ഒരു ചൊല്ലുണ്ട്, എനിക്ക് ചൊല്ലൊന്നും അറിയില്ല എന്നോ. അതായത് ചെറുപ്പകാലത്ത് അച്ഛൻ നോക്കും, പിന്നീട് പുരുഷൻ നോക്കും, വാർദ്ധക്യത്തിൽ മക്കൾ നോക്കും എന്നാണ് പറയുന്നത്. ചേച്ചി അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ചേട്ടൻ തന്നെ. അതെ അതെ, അത് സത്യമാണ്, വളരെ സത്യമാണ്. നമുക്ക് ആ തിരുത്തൊക്കെ മാറ്റണം, അതൊക്കെ മാറ്റണം. പിന്നെ കൊണ്ടുവരുന്ന പുരുഷൻ അപ്പോഴല്ല നോക്കണ്ടേ, അപ്പനായിട്ടും മകനായിട്ടും ഭർത്താവായിട്ടും നമ്മളെ നോക്കണം അല്ലെ? ആ ചേച്ചിക്കായാലും വലിയ ഞാൻ പറഞ്ഞില്ല, ഈ സ്റ്റോറി ഞാൻ കേൾക്കുമ്പോ എനിക്ക് ചേച്ചി പഠിക്കാൻ പോകുന്നിട്ട് നമുക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, നമ്മൾ സ്ത്രീകൾ ചിന്തിക്കുന്നത് വീട്ടിലെ പണി മുഴുവൻ ചെയ്തിട്ട് തീർക്കണം, ഇല്ല തിരിച്ചു വരുമ്പോ അതിന്റെ ഇരട്ടിപ്പണി നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, ഉണ്ട്. എങ്കിലും നമുക്ക് റിലാക്സ് ഉണ്ടാവുന്നത് ചേട്ടനെ പോലെ ഒരാളുള്ളതുകൊണ്ടാണ്. എപ്പോഴും ചേട്ടന്റെ വീട്ടിലും ചേട്ടന്റെ സൗഹൃദങ്ങളിലും ഒക്കെ ചേച്ചി പഠിക്കാൻ പോയതിനെ കുറിച്ച് ആദ്യം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ സുഹൃത്തുക്കള് അവര് ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, ജോലി കിട്ടുമോ, നിങ്ങൾക്ക് അത് ഞങ്ങളെ SC വിഭാഗത്തിൽ വിട്ടവരാണ്. അപ്പോൾ എന്നാലും ആ റിസർവേഷൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത പ്രായം കടന്നുപോയി. പിന്നെ പഠിച്ചിട്ട് എന്തിനാണ്, ഇപ്പോൾ അയാളാണെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും വരുമാനം കൊണ്ടുവരുന്നുണ്ട്, അതല്ലേ സേഫ് ആയിട്ടുള്ളൊരു തീരുമാനം എന്നുള്ള ഇതിൽ ചോദിക്കേണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 10 രൂപ കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു 10 രൂപയുടെ വിവരം ഉണ്ടായിക്കോട്ടെ എന്നാണ് ഞാൻ തീരുമാനിച്ചത്. ഞാൻ ആ കാര്യത്തിൽ അങ്ങനെയുള്ള മറുപടി തന്നെ കൊടുത്തിട്ടുള്ളത്. അയ്യോ നല്ല കാര്യം. കാരണം വെച്ചാൽ അവർക്കോ അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സൊസൈറ്റി അങ്ങനെയാണ് ഡെവലപ്പ് ആയേക്കുന്നത്. സ്ത്രീകള് ഈ പ്രായത്തിൽ പോയിട്ട് എന്ത് ചെയ്യാം, നീ ഈ പ്രായത്തിൽ ചെയ്തിട്ട് എന്താണെന്നാണ് എല്ലാവരും. അതാണ് എല്ലാ സ്ത്രീകളും ഒരു മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ചിലവര് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യും. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രായത്തിൽ ഇനി എന്തിനാ പഠിക്കുന്നത്, അയ്യപ്പേട്ടനെ സഹായിച്ചാ പോരെ എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ചേച്ചി എന്താ മറുപടി പറഞ്ഞത്? ഞാനെന്താ അവരോട് പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ ഒരു വില എന്താന്ന് അവർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ അങ്ങനല്ല, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രായമൊന്നുമില്ല, ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. നമുക്ക് അതിൽ ഇതുണ്ട്, അതായത് ചേച്ചിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിലൂടെ ചേച്ചി എന്നൊരാൾ ഇപ്പൊ ഒരു അഡ്വക്കറ്റ്, ഇതുവരെ ഉണ്ടായിരുന്ന അംബികയല്ല, അഡ്വക്കറ്റ് അംബികയാണ്. പണ്ട് കണ്ണന് കണ്ണെഴുതുന്ന അംബിക, അല്ലെങ്കിൽ കമ്പനി പണിക്ക് പോയിക്കൊണ്ടിരുന്ന അംബിക.
പക്ഷെ ഇന്നതല്ല, അഡ്വക്കേറ്റ് ഒരു ലേബലായി. ആ ലേബൽ നമുക്കിപ്പോൾ ഒന്നും വേണ്ട, ഒന്നും കൊണ്ടേ തരുന്നതിനോ നമുക്ക് നാളെ പ്രശസ്തി ഉണ്ടാകാനോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്താ പ്രൊഫഷൻ അഡ്വക്കേറ്റ്. അപ്പൊ തന്നെ ടോൺ മാറും, നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ടോൺ മാറും. എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് അപ്പൊ ഈ നമുക്ക് ആ സ്ത്രീകളെയും കുറ്റം പറയാൻ പറ്റില്ല ചേച്ചി. കാരണം എനിക്ക് തോന്നലാണ് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു തരത്തിലും അവർക്ക് പിന്നെ ചെയ്യാവുന്ന തന്നെ പറഞ്ഞു തീർക്കാൻ വേറൊന്നും അവർക്ക് പറ്റണില്ല. അതെ. ഇപ്പൊ ഇനിയിപ്പം ഞാൻ പറയണ ചേച്ചിയെ പോലെ ആഗ്രഹമുള്ളവർക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, ഞാനടക്കം പറയുന്നത് എനിക്കും പഠിക്കണം ഭയങ്കര ആഗ്രഹം, ഇപ്പോഴും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സാഹചര്യത്തെ പഠിക്കും, എനിക്ക് ആ സമയം കിട്ടുന്നില്ല. പക്ഷെ ചേച്ചീനെയൊക്കെ ഞാൻ തൊഴുന്നെന്ന് പറയുന്നത് അവിടെയാണ്. മക്കളെയും നോക്കി. മൂത്ത ആൾക്ക് എത്ര വയസ്സുണ്ട്? അവന് 25 വയസ്സുണ്ട്. 25 വയസ്സ്. മോൻ എന്ത് ചെയ്യുന്നു? അവൻ വയലിനിസ്റ്റാണ്. വയലിൻ അധ്യാപകനായിട്ട് മസ്കറ്റിൽ ജോലി ചെയ്യുന്നു. അമ്മ കുഴപ്പമൊന്നുമില്ല, അവൻ PG വരെ പഠിച്ചു. പക്ഷെ എന്നാലും അവന് വയലിൻ പ്രൊഫഷൻ അതാണ് ഇഷ്ടം. അമ്മയുടെ അമ്മ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ അവന് ചമ്മലുണ്ടായിരുന്നോ? ഇല്ലില്ല, അവൻ നല്ല സപ്പോർട്ടാ. ഇപ്പൊ അവന് ഭയങ്കര സന്തോഷായി. LLB കഴിഞ്ഞ് പാസ്സായി എന്ന് കേട്ടപ്പോ അവനത് ആഘോഷിക്കാൻ അവിടെ ഇരുന്നിട്ട്. ചേച്ചി ഇനിയിപ്പോ LLB പ്രാക്ടീസ് കഴിഞ്ഞ് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെന്നത്? ഞാനിപ്പോ ഒരു അഡ്വക്കേറ്റ് കീഴിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ ഒരു വർഷം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ LLM എടുക്കണം എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. LLM കൂടി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അല്ല, ഈ സമയത്ത് തന്നെ എടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പൊ അതിന്റെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. ഇനി 10 വർഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത വർഷം നോക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇനി പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഇത്രയും കഴിഞ്ഞില്ല, ഇനിയിപ്പോ എന്തായാലും എല്ലാം 2 വർഷം കൂടെ PG കൂടെ ആകുമ്പോ. അല്ല, അത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പഠിത്തം പൂർത്തിയാകാത്ത ഒത്തിരി ആളുകളുണ്ട് പഠിക്കണം എന്ന് ആഗ്രഹം. ചിലവര് പറയും, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പഠിക്കുന്നതെന്ന് ചോദിച്ച് അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യും. ചേട്ടൻ കറക്റ്റ് ആയിട്ട് അത് നോക്കിയില്ലേ? ചേച്ചിക്ക് കറക്റ്റ് പോസ്റ്റും പറഞ്ഞു തന്നില്ലേ? അല്ല ചേട്ടന് എങ്ങനെയെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തില് വക്കീലാവണമെന്ന് ആഗ്രഹമായിരുന്നു. അത്ര ചേട്ടനും പഠിക്കാൻ പോയിക്കൂടായിരുന്നോ? പക്ഷെ ചേട്ടന് പറ്റില്ലല്ലോ. രണ്ടുപേരും കൂടി പോയി ഞാൻ എന്ത് ചെയ്യും വീട്ടില്. ഇനിയിപ്പോ ചേച്ചി പണിക്ക് പോയിട്ട് ചേട്ടനെ വിടണം. ചേട്ടന് പഠിക്കാൻ പറ്റില്ല എന്നാ പറയണത്. പഠിക്കാനൊരു മനസ്സും കൂടി വേണ്ട, പഠിച്ചെടുക്കാനായിട്ട് ഒരു പുസ്തകം വായിച്ച് ഞാൻ ഒരു 5 വർഷം മുമ്പ് വായിച്ചൊരു പുസ്തകം. അതിന്റെ മറ്റുള്ള ഒരു കഥ പറയുമ്പോഴേക്കും ഞാനിത് വായിച്ചതാണല്ലോ എന്ന് ഓർമ്മ വരുന്നത്. പക്ഷെ എനിക്കത് ആ സമയത്ത് അതല്ലാതെ ഒരുപാട് കാലത്തേക്ക് അത് ഓർത്ത് വെക്കുന്നത് സാധ്യമില്ല. അതുകൊണ്ടാണ് പഠിക്കുന്നതിന് മൂഡ് വേറെയാണല്ലോ. ആസ്വദിച്ച് വായിക്കാം. വായന അതോടുകൂടി എൻ്റെ ഓർമ്മ അവിടെ ഇല്ല. ചേട്ടൻ ശരിക്കും മക്കളിലൂടെ ചെയ്യാൻ ആഗ്രഹിച്ചത് ഭാര്യയിലൂടെ ചെയ്തു അല്ലേ? എനിക്കോ ആകാൻ പറ്റിയില്ല വക്കീലെങ്കിൽ എന്റെ ഭാര്യനെ ആക്കട്ടെ. മറ്റേ സാധാരണ പറയുന്ന ആൾക്കാർ എനിക്കാകാൻ പറ്റില്ല എന്റെ മക്കളാവട്ടെ, ഇതങ്ങനെയല്ല. എനിക്കാകാൻ പറ്റില്ല എന്റെ ഭാര്യ. അല്ല, ചേച്ചിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് നല്ലതാ ചേട്ടാ. പലരും ചേച്ചി പറഞ്ഞ പോലെ നമ്മള് പറയും സ്ത്രീകൾ വീട്ടിലിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ചില സ്ത്രീകൾക്ക് അതിരിക്കുന്ന ഇഷ്ടമാ. അത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്കൊന്നും പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും പഠിത്തം നിർത്തിയാലോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ വരെ. ചേച്ചിയോട് അതിലേക്ക് വരാൻ അത്രയും ത്യാഗം സഹിക്കണം ചില സമയങ്ങളിലൊക്കെ. ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? മറികടക്കണം. ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പഠിത്തം നിർത്തണമെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു അത്രയും നമുക്കേ ചില സമയങ്ങളിൽ തീരെ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ മറികടന്ന് ഇങ്ങനെ ഓരോ സെമസ്റ്റർ, ഇപ്പം സെമസ്റ്റർ വൈസ് ആയിരുന്നല്ലോ? അതെ. ഓരോ സെമസ്റ്ററും നന്നായിട്ട് തന്നെ. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. കാരണം തുടക്കത്തിൽ ഇംഗ്ലീഷിലാണല്ലോ എക്സാം ഒക്കെ വരുന്നത്. അപ്പൊ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ടീച്ചേഴ്സ് എന്നോട് വീണ്ടും സംശയം ചോദിക്കും, വീണ്ടും പഠിക്കും. അങ്ങനെ കിട്ടുന്ന സമയങ്ങളൊക്കെ അങ്ങോട്ട് യാത്രയിലൊക്കെ പഠിക്കും. പഠിക്കുന്ന സമയങ്ങൾ യാത്രകളാണ്. 2-2.5 മണിക്കൂർ ട്രെയിനിലിരിക്കണല്ലോ അങ്ങോട്ടുകൊണ്ട് യാത്ര. അപ്പൊ അത്രയും സമയം പഠിക്കാൻ ഉപയോഗിക്കും. ഇപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇങ്ങനെ പഠിക്കാനൊക്കെ പോകുന്നൊക്കെ കണ്ടു കേട്ടറിഞ്ഞ്? കൂട്ടുകാരുണ്ട് ട്രെയിനിലൊക്കെ? ട്രെയിനിൽ ഒരുപാട് ടീച്ചേഴ്സും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരുപാട്. പിന്നെ എന്റെ കൂടെ പഠിച്ചവരും ഒരുപാട് പിള്ളേര്. യൂണിഫോം ആണ് ഇപ്പോഴും ഇടുന്നത്? യൂണിഫോം തന്നെ. അവിടെ യൂണിഫോം ഉണ്ട്. ഇപ്പൊ പ്രാക്ടീസിന് പോകുമ്പോൾ യൂണിഫോം തന്നെ. ഇപ്പം എൻറോൾമെന്റ് എവിടെ വെച്ചിട്ടായിരിക്കും? ഹൈക്കോർട്ടിലായിരിക്കും അല്ലേ? അപ്പൊ ഹൈക്കോർട്ടിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ആ ഒരു വേഷത്തിൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ വാ. ആയിക്കോട്ടെ, സന്തോഷം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾ കണ്ണും കാതും ഒക്കെ വരച്ച ദൈവങ്ങള് കണ്ണു തുറന്നായിരിക്കട്ടെ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ അല്ല, അവ പഠിച്ചിട്ടാ. അതുകൊണ്ട് ചേച്ചി പഠിച്ചിട്ടുണ്ട്. അല്ല, നമ്മള് പറയല്ലോ താൻ പാതി ദൈവം, ദൈവം പാതി എന്നല്ല. ഏതോ ഒരു നമ്മള്
മുന്നോട്ട് നയിക്കുക. നമ്മൾ ആ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് ആ ഒഴുക്ക് നമുക്ക് ഒഴുക്കല്ലാതായിട്ട് തോന്നുന്നത്. അതിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ലൈഫിൽ ആ ഒരു ഫോഴ്സ് നീന്തി കടന്നത്, ചേട്ടനെ പോലെ ഒരാൾ കൂട്ടുനിന്നത്. ഇപ്പോഴും ചേട്ടൻ ഈ ഇതിന് വിൽക്കാൻ പോവാണോ? അതെ, ഇപ്പോഴും കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ഇന്ന് അത്തച്ചമയത്തിന്റെ പഞ്ചവാദ്യത്തിൽ തിമില വായിക്കാൻ പോയതായിരുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ മ്യൂസിക് കോളേജിൽ മൃദംഗം പഠിച്ചതാണ് 4 വർഷം. പക്ഷേ ആ പഠിച്ച ഒരു കാലഘട്ടത്തിൽ സംഗീതം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നത്. ക്ലാസ്സുകളോ കച്ചേരികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് 3-4 വർഷമൊക്കെ അങ്ങനെ പോയി. പിന്നീട് ഞാനത് ആ തൊഴിൽ മേഖല വിട്ടു പോകുന്നതാണ്. പിന്നീടാണ് ഈ സ്റ്റാച്ചുമായിട്ട് ബന്ധപ്പെട്ട് വർക്കിലേക്ക്. നമ്മളത് വീട്ടിൽ വേറെ ആളുടെ കയ്യിൽ എത്തുന്നോടം വരെ അതിന് അല്ലേ? അല്ലാതെ നിങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്ത്, ഇവരുടെ വീട് നിറച്ച് ഇത്തരം വിഗ്രഹങ്ങളാണ്. ഒരുപാട് ആളുകൾ കാവലുണ്ട് ഇവർക്ക്. പല ദൈവങ്ങളും കാവൽ നിൽക്കുന്ന വീടാണിത്. ചേട്ടൻ പറഞ്ഞ നേരാണ്. ചേട്ടൻ നല്ലൊരു കലാകാരനാണ്. അന്നതും ഉപജീവന മാർഗം ആയിരുന്നില്ലെങ്കിൽ, പക്ഷെ ഇന്ന് ഒരുപാട് ചാൻസസ് ഉണ്ട് കലാപരമായിട്ട്. അതിപ്പോ ഞാൻ മകൻ ഇപ്പൊ അവനെ PG കഴിഞ്ഞതാണെങ്കിലും ഞങ്ങള് ഒരു സാധാരണ പോലെ പറഞ്ഞു PSC കോച്ചിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു താല്പര്യമുണ്ട് ഈ വയലിനിൽ എന്തെങ്കിലും ആവണമെന്ന്. അപ്പോൾ അവൻ്റെ ആഗ്രഹത്തിന് എതിര് നിന്നില്ല. അപ്പോൾ അവൻ ആ മേഖലയിൽ തന്നെയാണ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും PSC എഴുതാനോ ഒന്നും അവന് ഇഷ്ടമില്ല. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ കൂട്ടുന്നുണ്ട്. അവൻ്റെ ഇഷ്ടത്തിന് കൂട്ടുന്നപ്പോൾ ചേച്ചിനെ പിടിച്ച് പഠിക്കാൻ പറ്റും അല്ലേ? അങ്ങനല്ലേ? പിന്നെ ഇവിടെ നാട്ടിലാവുന്ന കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ മോന് കിട്ടുന്നുണ്ടേ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന് അല്ല ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ചോദിക്കുകയാണ് എന്താണ് സക്സസ്ഫുൾ ജീവിതം ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ ജീവിതമാണ് സക്സസ്ഫുൾ. നമുക്ക് ഇല്ലായ്മ ഉണ്ട്, പക്ഷെ ഇല്ലായ്മയിൽ നിങ്ങളുടെ സന്തോഷങ്ങളുണ്ട്. അതായത് ഇപ്പം മോൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അവനോട് ഒരിക്കലും അവൻ്റെ പേരൻസിനെ കുറിച്ച് ചോദിച്ചാൽ അവൻ എൻ്റെ ഇഷ്ടത്തിന് ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ പറ്റുമോ? ചേച്ചി ഇപ്പോൾ 10ാം ക്ലാസ് എഴുതാൻ പറ്റില്ല എന്ന് ചേട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇന്നും ചേച്ചി നിൽക്കുന്ന ഒരു പൊസിഷൻ നോക്കിക്കേ അല്ലേ? ഭയങ്കര. നാളെ എൻറോളും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ചേച്ചി ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ചേച്ചിയുടെ ആ കുഞ്ഞുകാലം മുതൽ ഇതുവരെ എൻറോൾ ചെയ്തുള്ള ഒരു ലൈഫ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു റീല് പോലെ അടിച്ചു വരും ഉറപ്പായിട്ടും. അത് ഞാൻ പറഞ്ഞില്ല. അപ്പം നിങ്ങളൊക്കെ ശരിക്കും സക്സസ്ഫുൾ ജീവിതം എന്താണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെയാണ്. അതാണ്ട് നമ്മൾ ഒത്തിരി സമ്പാദിച്ച് കടവില്ലാണ്ട് ഭയങ്കര കിടക്കുക എന്നുള്ളതൊന്നും അല്ല, ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇനി അഡ്വക്കറ്റിന്റെ ഭർത്താവായിട്ട് അറിയപ്പെടട്ടെ. സാധാരണ ഭാര്യമാരെ അറിയപ്പെടുന്ന ഭർത്താവിന്റെ ലേബലല്ലേ? അതിപ്പോ ഇപ്പൊ തന്നെ അങ്ങനെ തന്നെയാണ്. ആൾക്കാർ വീട് ചോദിക്കുമ്പോ ആ വക്കീലിന്റെ വീടല്ലേ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ പറയണം. അങ്ങനെ അല്ല വന്ന് ചോദിക്കുമ്പോ അതെ ഞാനാ പഠിപ്പിച്ചത്. അല്ല ഫീസ് ഒക്കെ നന്നായിട്ടായോ? ഫീസ് വേണ്ടിയിരുന്നില്ല, SC ആയതുകൊണ്ട്. പിന്നെ എൻട്രൻസ് കഴിഞ്ഞതുകൊണ്ട് അവിടെ SC കോട്ടയിൽ കിട്ടി. SC കോട്ടയിൽ കിട്ടി, റാങ്കിൽ തന്നെ കിട്ടി. ഫീസ് കൊടുത്തൊന്നും പഠിക്കാൻ പറ്റില്ല. അല്ല അത് കൂടുതൽ പറയണം ചേച്ചി. കാരണം അതും ഒരാളുകൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റില്ല എന്നുള്ള ആളുകൾക്ക് കിട്ടിയതുകൊണ്ടാണ്. മെറിറ്റിൽ. അതെ, കാരണം ഇവരുടെ കൂടെ പഠിച്ച പലരും ഒരു വർഷം 90,000 രൂപ അത്രേ അടച്ചുകൊണ്ടാണ് 5 വർഷം പഠിച്ചത്. അതെ, മെറിറ്റിൽ കിട്ടിയാല് ഫീസ് കിട്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ആ വർഷം എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് പിന്നെ എൻട്രൻസ് കിട്ടി. ചേച്ചിക്ക് ആ ഒരു നാണത്തിനെയൊക്കെ മറികടക്കാൻ പറ്റിയില്ലേ? അതായത് ആൾക്കാർ എന്ത് വിചാരിക്കും അത് മറികടക്കാൻ. തുടക്കത്തിൽ മാത്രമേ എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് സെറ്റായി, പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ സെറ്റായി. അല്ല ചോദിക്കുമ്പോ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ശരിക്കും വീട്ടിൽ വന്നു കഴിയുമ്പോ അയ്യോ ഞാൻ അമ്മയായിരുന്നല്ലേ, ഞാൻ ഇത്ര നേരം കോളേജിലായിരുന്നല്ലേ, അങ്ങനെയൊക്കെ വന്നിട്ടില്ലേ? പിള്ളേരുടെയൊക്കെ കൂടെ ടൂറൊക്കെ പോയിരുന്നോ? ടൂർ പോയി, കൊടൈക്കനാൽ ടൂറൊക്കെ പോയി. അപ്പം ചേച്ചി ചേട്ടൻ കൊച്ചിനെ നോക്കി ഒരൊറ്റ ദിവസം മാത്രം, ഒറ്റ ദിവസം. ഓക്കെ. എന്തായാലും ചേട്ടാ ചേച്ചി പരിചയപ്പെടാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഇത്രയും പറയുന്നത്. കാരണം നിങ്ങളെപ്പോലുള്ളവർ, ഞാൻ പറഞ്ഞില്ലേ, സക്സസ്ഫുൾ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ. വിട്ടുവീഴ്ച, സഹകരണ മനോഭാവം, ഒരാഗ്രഹ പൂർത്തീകരണം, അവനവൻ്റെ ആഗ്രഹങ്ങൾക്ക് ജീവിക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പുരുഷന്മാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവരെ അടുക്കളപ്പണിക്ക് വേണ്ടിയിട്ടെന്നുള്ളതല്ല, ആ കൺസെപ്റ്റ് അല്ല. അവർ അടുക്കളപ്പണി ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. ചില സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലപ്പുറം സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യം. പറയാനുണ്ട്, ഞാൻ നല്ല പാചകക്കാരനായി. ഞാനൊന്ന് പൊക്കി അടിച്ചു കൊടുത്താൽ ഞാൻ വലിയ
പാചക അതെ ചേട്ടാ പാചകം ഞങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമല്ല. അതാ സാഹചര്യം കൊണ്ട്, അതായത് സാഹചര്യം കൊണ്ട് പഠിച്ചു പോയതാണ്. പഠിച്ചത് കാരണം എക്സാം ഒക്കെ വരുമ്പോ എനിക്ക് എക്സാം ഒക്കെ വരുമ്പോ അങ്ങനെ പഠിക്കേണ്ടി പഠിച്ചത് കഴിയില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയില്ല, അത്ര അധികം ഉണ്ടാവുമല്ലോ. ചേച്ചിയെ എന്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിക്കുമ്പോ ഒരു മുട്ട പൊരിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യനാ. ഇപ്പൊ ഞങ്ങൾ 150 പേർക്കുള്ള സദ്യ വെക്കും. മനസ്സിലായോ? അത് ഞാൻ തമാശ പറഞ്ഞല്ല, ഭയങ്കര സ്ഥിരം. ചേട്ടാ എന്റെ അനിയന്റെ കല്യാണം ഉറപ്പേരിന് ഞങ്ങളാ ഫുഡ് വെച്ചത്, ഞങ്ങൾ രണ്ടുപേരാ ഫുഡ് വെച്ചത്. എല്ലാം വെക്കാൻ അറിയാം, ഏറ്റവും ഇസഡ് വെക്കാൻ അറിയാം. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ഷെയർ ചെയ്യും, എൻ്റെ ഒപ്പം തന്നെ അടുക്കളപ്പണി ഷെയർ ചെയ്യും, ഞാനും ഷെയർ ചെയ്യും. ഞങ്ങൾക്കിടയിൽ ഇന്ന ആള് വെക്കണം എന്നൊന്നുമില്ല. അപ്പൊ നിങ്ങളും അത് ഷെയർ ചെയ്യും. ചേട്ടനല്ല, അത് നമ്മൾ ഇത് ഈ പറഞ്ഞൊരു ഫാക്ട് ഉണ്ടല്ലോ, ഇത് സമൂഹത്തിന്റെ മുന്നിൽ വെക്കേണ്ടത് ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സ്ത്രീകള് വീട്ടില് അടുക്കളപ്പണി ചെയ്യേണ്ടവരാണ്, പുരുഷൻ അധ്വാനിച്ചു കൊണ്ടവരാണെന്നുള്ളൊരു ഇതുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയും, നമ്മൾ എപ്പോഴും പറയുന്ന, നമ്മൾ ഷെഫുമാരെ കണ്ടെടുത്ത് മുഴുവൻ പുരുഷന്മാരാ, ഒരു സ്ത്രീ ഷെഫ് ഇല്ല. പക്ഷെ അടുക്കളപ്പണിക്ക് മുഴുവൻ സ്ത്രീകളാ. ഞാൻ ഇങ്ങനെ ഒരു ഡിബേറ്റിന് വേണ്ടി പറഞ്ഞല്ല. പ്രത്യേകിച്ച് എടുത്തു പറയണ്ടെന്നറിയോ, ഈ ഏരിയ, ഈ ഭാഗം ഗ്രാമപ്രദേശമാണല്ലോ. അപ്പൊ അവരുടേതായ ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതാണ് നമ്മൾ തെറ്റിക്കണേ. അത് ചേട്ടൻ തെറ്റിക്കുന്നത് മാത്രമല്ല, ചേട്ടനത് എന്നുവെച്ചാൽ എന്റെ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടുക്കളപ്പണി ഞാൻ ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോ, ഞാൻ കോവിഡിന്റെ സമയത്ത് വർക്ക് ഫ്രം ഹോം ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം കുക്ക് ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് പോലും സഹിച്ചിട്ടില്ല. നീ അവനെ കൊണ്ടാണോ പണിയെടുപ്പിക്കുന്നേ എന്ന്. ഞങ്ങളെ സംബന്ധിച്ച് രണ്ട് വ്യക്തികളാണ്. അത് അയാൾക്ക് പറ്റില്ല, അയാൾ ജോലിയാണ്. എനിക്കിപ്പം നിലവിൽ ജോലി ഇല്ലാതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നത്. അതൊരു പഴയ സാമൂഹ്യ ബോധമുണ്ട്, അത് മാറേണ്ടതുണ്ട്. ബന്ധുക്കാരുടെ ഇടയിൽ തന്നെ ആയിരിക്കും ആദ്യം നമുക്ക് കിട്ടണത്. തൊട്ടടുത്ത ബന്ധുക്കളിൽ നിന്ന്. നാട്ടുകാർ പിന്നെ പോട്ടെ, നമുക്ക് ഇതുവരെ ഒന്ന് ഇവളെ അപ്രിഷിയേറ്റ് ചെയ്യാത്ത, അങ്ങനെ ചെയ്യാത്ത കുടുംബക്കാരുണ്ട്. ചേച്ചി അതാണ് നമുക്കതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. എത്രയോ ആളുകള് നമ്മളെ ചേട്ടാ അവർ അംഗീകരിക്കാത്താണ് നമ്മുടെ അംഗീകാരം. അവർക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ലെന്ന് അറിയുന്നിടത്തുണ്ടല്ലോ. നമ്മുടെ ഈ നേട്ടം മറ്റുള്ളവരെ അംഗീകരിക്കാന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഒരുപാട് പേര് എന്നെ ആദരിക്കലും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേര് ഫോണിലൂടെ ആയാലും വിളിച്ചിട്ടായാലും ഒക്കെ ചെയ്തത്. പിന്നെന്താ, മതിയല്ലോ, മതി ചേച്ചി. എന്താണെങ്കിലും ഞാനും ന്യൂസ് കണ്ടിട്ട് കുറെ ആയിരുന്നു ചോദിക്കണം എന്ന് ഓർത്തിരുന്നു. ഏതായാലും കണ്ടുമുട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, സന്തോഷം. നമ്മൾ പറയുന്ന പോലെ കൊറോണയുടെ സമയത്ത് നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്നൊക്കെ നമ്മൾ പറയും, കണ്ണി പൊട്ടിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കണ്ണികളൊക്കെ പൊട്ടിച്ച് എല്ലാവരും പറക്കട്ടെ, എല്ലാ സ്ത്രീകളും പറക്കട്ടെ, ആഗ്രഹങ്ങൾക്കനുസരിച്ച് പറക്കട്ടെ. ഓക്കെ ചേട്ടാ, സന്തോഷം.